ഈ രാജ്യത്ത് ദാരിദ്ര്യത്തിന്റെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നം ഇങ്ങനെയുള്ള തട്ടിപ്പുകാരാ. അത് ഒന്ന് നോക്കുവന്. ഇത്ര ഇൻസൾട്ട് ആയിട്ടും ഇപ്പോഴും മുന്നിൽ തന്നെ നിൽക്കുക. ഇവരുടെ സ്വഭാവം തന്നെ ഇത്. കള്ളന്മാർക്കും തട്ടിപ്പുകാർക്കും എന്ത് ലജ്ജ. കണ്ടില്ലേ നെഞ്ചും വിരിച്ചു നിൽക്കുന്നത്. ഷോപ്പിന്റെ ഓരോ കോണിലും ചർച്ചകൾ തുടങ്ങി. അതേസമയം ചിലർ 10 മിനിറ്റ് കഴിഞ്ഞാൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്നു. അപ്പോഴേക്കും നിരവധി എക്സ്പെൻസീവ് കാർസ് ഷോപ്പിന്റെ മുന്നിൽ വന്ന് നിർത്തി. കാറുകൾ നിർത്തിയ ഉടൻ ശക്തരായ പരുക്കന്മാരായ ബോഡി ഗാർഡ്സ് കയ്യിൽ ഗൺ പിടിച്ച് ഷോപ്പിന്റെ പുറത്തു നിന്നു. അതേസമയത്ത് മുൻഷിജി കാറിൽ നിന്നിറങ്ങി ഷോപ്പ് മുഴുവൻ ശ്രദ്ധിച്ചു നോക്കാൻ തുടങ്ങി. മുൻഷിജി ഷോപ്പിലേക്ക് കയറിയ ഉടൻ തന്നെ ഗൗതം അവിടെ നിൽക്കുന്നത് കണ്ടു. ബോഡിഗാർഡ്സ് എല്ലാം അപ്പോഴേക്കും ഷോപ്പ് മുഴുവൻ വളഞ്ഞിരുന്നു. മുൻഷിജി എത്തിയതോടെ ഷോപ്പിനുള്ളിൽ വീണ്ടും ആളുകൾ തമ്മിൽ ചർച്ചകൾ തുടങ്ങി.